പ്രഭാതവന്ദനങ്ങൾ. എഫേഷ്യൻസ് 1:14 അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അതുമാത്രമല്ല, റോമൻസ് 5:5 ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുന്നുവല്ലോ എന്ന് എഴുതിയിരിക്കുന്നു. വീണ്ടും റോമൻസ് 8:16 നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. എന്ത് വലിയ പ്രിവിലേജാണ് നമുക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നു തന്നുകൊണ്ട് ദൈവം ചെയ്തിരിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ സ്വന്തം ജനമായിട്ടുള്ള വീണ്ടെടുപ്പിന് വേണ്ടി പരിശുദ്ധാത്മാവിനുള്ള ആ മുദ്ര നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പിന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിന് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് പകർന്നു തരുവാൻ സഹായിക്കുന്നു. അത് മാത്രമല്ല, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് നമ്മളോട് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ കെടുത്തിക്കളയരുത്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവം നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന, നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്ന പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ തന്നതുകൊണ്ട് നന്ദി. അതുകൊണ്ട് തന്നെ ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് ജീവിക്കുവാനായിട്ട്, അങ്ങയുടെ സ്നേഹത്തിൻ്റെ വലിപ്പം എന്തെന്ന് അറിയുവാനായിട്ട്, ആ ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഞങ്ങൾ വരുവാനായിട്ട്, കർത്താവ് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ മുദ്രയിരിക്കപ്പെട്ട ആയതുകൊണ്ട് തന്നെ കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങൾ ആത്മാവിൽ അനുസരിച്ച് നടക്കുന്നവരാക്കി കർത്താവെ, അങ്ങ് ഞങ്ങളെ മാറ്റുന്നതിനായിട്ട് നന്ദി. എല്ലാ മാനവും മഹത്വവും എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.